ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയുക പോയതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ നമ്മൾ അവസാനിച്ച് കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയും, അത്രേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിച്ചിട്ടില്ല. അത് ക്യാമറയുടെ ക്ലാരിറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ, പെട്ടെന്ന് ഡിമ്മായി പോയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മിക്ക വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ എടുത്ത് പറയുന്നത്. കാരണം നമ്മൾ ടോപ്പിക്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എല്ലാ രീതിയിലും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോന്റെ ക്ലാരിറ്റി എന്തായാലും ക്യാമറയുടെ പോയ ഒരവസ്ഥയിലോട്ടായി. ഇനിയിപ്പം ഈ വീഡിയോ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, ലാസ്റ്റ് ഭാഗമൊക്കെ എങ്ങനെയാവുമെന്ന്. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് എന്താ പറയാ ക്ഷമിക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. ക്യാമറയുടെ ക്ലാരിറ്റി ഇനിയിപ്പം ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കിനി എന്തായാലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സെക്ഷനെ കുറിച്ച് പറയാം. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ലെവൽ 2 ലാസ്റ്റ് 169 എന്നിട്ട് വീഡിയോയിൽ കാണാം. അതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെവൽ 3 നമ്മൾ തുടങ്ങിയിരുന്നു, പക്ഷെ നമുക്ക് പറയാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞല്ല, ക്യാമറയുടെ ക്ലാരിറ്റി ആകെ നമ്മുടെ കണക്കൂട്ടുകൾ തെറ്റിച്ച് കളഞ്ഞു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ലെവൽ 3 ആണ് പറയാനുള്ളത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസിൽ കെമിസ്ട്രിയിൽ ലെവൽ 3. നമ്മൾ ഈ രീതിയിലല്ല വീഡിയോ എടുക്കുന്നത്, നമ്മൾ ഈ രീതിയിൽ അത്ര കംഫർട്ടബിൾ അല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളൊന്ന് സെറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെവൽ 3 1 ബ്രോമോ 1 ഫ്ലോറോ 2 ട്രൈ fluoroethane is commonly used as a refrigerant, B antipyretic, C anesthetic, D analgesic. Answer C anesthetic. 1 bromo 1 chloro 2 trifluoroethane is commonly used as a refrigerant, B antipyretic, C anesthetic, D analgesic. Answer C anesthetic. Answer C anesthetic. 2 a common method of detecting nuclear radiation involves the use of a cyclotron, B a mass spectrometer, C a Geiger counter, D an emitter. Answer C a Geiger counter. Answer C a Geiger counter. 3 a dark purple compound used as an antiseptic and disinfectant is A potassium nitrate, B sodium thiosulfate, C potassium permanganate, D calcium phosphate. Answer C potassium permanganate. 4 a fast breeder test reactor, FBTR, is operated at A Trombe, B Narora, C Kalpagam, D Nangal. Answer C Kalpagam.
5. A fractionating column is a glass apparatus used to A. Separate magnetic solids from non-magnetic solids. B. Separate a mixture in water. C. Separate 2 or more liquids. D. Extract oils from vegetable matter. Answer C. Separate 2 or more liquids. 6. A fuel cell is an extremely efficient device to convert A. Chemical to electrical energy. B. Chemical to thermal energy. C. Electrical to thermal energy. D. Thermal to electrical energy. Answer A. Chemical to electrical energy. 6. A fuel cell is an extremely efficient device to convert A. Chemical to electrical energy. B. Chemical to thermal energy. C. Electrical to thermal energy. D. Thermal to electrical energy. Answer A. Chemical to electrical energy. 7. A large increase in the rate of a reaction for a rise of temperature is due to A. Increase in the number of collisions. B. Increase in the number of activated molecules. C. Lowering of activation energy. D. Increase of concentration. Answer B. Increase in the number of activated molecules. 8. A method of purifying water involves the use of microorganisms. In this method, water is sprayed onto a bed of stones where the microorganisms live. These organisms feed on the pathogens in the water and thus free the water from harmful pathogens. This method is called the A. Biofilter method. B. Stone bed method. C. Enzymatic method. D. Aerobic method. Answer A. Biofilter method. 9. Which of the following substances is not a raw material required for paint industries? A. Linseed oil. B. Shellac. C. Seaweeds. D. Carbon black. Answer C. Seaweeds. 10. According to Bohr's theory, an electron in one Bohr's stationary orbit can go to a higher stationary orbit. According to Bohr's theory, an electron is one Bohr's stationary orbit can go to a higher stationary orbit. A. By emission of electromagnetic radiation. B. Without any absorption or emission of electromagnetic radiation. C. With absorption of any electromagnetic radiation. D. With absorption of electromagnetic radiation of a particular frequency. Answer D. With absorption of electromagnetic radiation of a particular frequency. Answer D. With absorption of electromagnetic radiation of a particular frequency. 11. According to Bohr's theory of hydrogen atom, the angular momentum of the electron in the fourth orbit is given by A. h by 2n. B. 4h by n. C. h by n. D. 2h by n. Answer D. 2h by n. 12. According to Einstein's mass energy relation, A. E equal m2c. B. E equal mc. C. E equal mc square. C. E equal vmc. Answer C. E equal mc square. 12. According to Einstein's mass energy relation, A. E equal m square. C. B. E equal mc. C. E equal mc square. C. E equal vmc. Answer C. E equal mc square. 13. According to Heisenberg's uncertainty principle, it is not possible to determine A. the position of the electron accurately. B. the momentum of the electron accurately. C. simultaneously the position and momentum of an electron accurately. D. none of this. Answer C. simultaneously the position and momentum of an electron accurately.
Answer C. Simultaneously the position and momentum of an electron accurately. 13. According to Heisenberg's uncertainty principle, it is not possible to determine A. the position of the electron accurately, B. the momentum of the electron accurately, C. simultaneously the position and momentum of an electron accurately, D. none of this. Answer C. simultaneously the position and momentum of an electron accurately. 14. Amorphous substances show 1. short and long range order, 2. short range order, 3. long range order, 4. have no sharp MP. A. 1 and 3 are correct, B. 2 and 3 are correct, C. 3 and 4 are correct, D. 2 and 4 are correct. Answer D. 2 and 4 are correct. Answer D. 2 and 4 are correct. 14. Amorphous substances show 1. short and long range order, 2. short range order, 3. long range order, 4. have no sharp MP. A. 1 and 3 are correct, B. 2 and 3 are correct, C. 3 and 4 are correct, D. 2 and 4 are correct. Answer D. 2 and 4 are correct. Answer D. 2 and 4 are correct. 2 ഇവിടെ പറഞ്ഞേക്കുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡർ, 4 have no sharp MP. അപ്പൊ ആൻസർ D. 2 and 4 are correct. 15. An alloy of dash is used in fountain pen nib tips. A. platinum and silver, B. platinum and gold, C. platinum and iridium, D. platinum and copper. Answer C. platinum and iridium. 16. Anhydrous calcium chloride acts as anhydrous calcium chloride acts as A. dehydrating agent, B. a drug, C. an oxidant, D. a mordant. Answer A. a dehydrating agent. 16. Anhydrous calcium chloride acts as A. dehydrating agent, B. a drug, C. an oxidant, D. an mordant. Answer A. a dehydrating agent. 16. Anhydrous calcium chloride acts as A. dehydrating agent, B. a drug, C. an oxidant, D. a mordant. Answer A. a dehydrating agent. 17. Animal charcoal is obtained by A. destructive distillation of bones, B. burning slaughtered animal carcasses, C. calcining the remains of human beings burned in cremation grounds, D. burning the bones of large animals. Answer A. destructive distillation of bones. 18. Annealing is A. heating steel to bright rednesses and then cooling slowly, B. heating steel to high temperature and cooling suddenly by plunging in water, C. heating steel in nitrogen and cooling, D. heating wrought iron with carbon to rednesses. Answer A. heating steel to bright rednesses and then cooling slowly. 19. Aspirin is A. methyl salicylate, B. ethyl salicylate, C. acetyl salicylic acid, D. benzoic acid. Answer C. acetyl salicylic acid. 19. Aspirin is A. methyl salicylate, B.
ethyl salicylate, C acetyl salicylic acid, D benzoic acid. Answer C acetyl salicylic acid. 20. Benzene can be obtained A from middle oil of coal tar distillation, B by oxidizing N-hexane, C by heating maleic anhydride, D by passing acetylene through a red hot tube. Answer D by passing acetylene through a red hot tube. Answer D by passing acetylene through a red hot tube. 21. Choose the correct statement. A. Electronegativity increases down a group. B. Electronegativity decreases down a group. C. Electronegativity decreases from left to right along a period. D. Electronegativity changes along a group but remains constant along a period. Answer B. Electronegativity decreases down a group. 21. Choose the correct statement. A. Electronegativity increases down a group. B. Electronegativity decreases down a group. C. Electronegativity decreases from left to right along a period. D. Electronegativity changes along a group but remains constant along a period. Answer B. Electronegativity decreases down a group. 21. Choose the correct statement. A. Electronegativity increases down a group. B. Electronegativity decreases down a group. C. Electronegativity decreases from left to right along a period. D. Electronegativity changes along a group but remains constant along a period. Answer B. Electronegativity decreases down a group. 21. Choose the correct statement. A. Electronegativity increases down a group. B. Electronegativity decreases down a group. C. Electronegativity decreases from left to right along a period. D. Electronegativity changes along a group but remains constant along a period. Answer B. Electronegativity decreases down a group. 21. Chooses the correct statement. A. Electronegativity increases down a group. B. Electronegativity decreases down a group. C. Electronegativity decreases from left to right along a period. D. Electronegativity changes along a group but remains constant along a period. Answer B. Electronegativity decreases down a group. Answer B. Electronegativity decreases down a group. 22. The de Broglie equation is A. H by me sum B. HV sum E2 minus E1. C. N equal 2D sin W. D. C equal HV. Answer A. H by MV equal. Answer A. H by MV equal. നമ്മൾ ഈ പറഞ്ഞതിൽ തെറ്റുണ്ട്. ഈ സൈൻ നമ്മൾക്ക് ഇതെന്തിന്റെ സൈൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ദയവേത് ക്ഷമിക്കാം. എന്തായാലും ആൻസർ എ ആണ് വരുന്നത്, നമ്മൾക്ക് അറിയാലോ എന്തായാലും. ഇനി 23. Glass articles are heated treated by A. Aniline, B. Quenching, C. Dipping in liquid air, D. None of this. Answer A. Aniline. 24. Glass articles, if cooled suddenly from red heat, become A. Strong, B. Transparent, C. Opaque, D. Brittle. Answer D. Brittle. 25. Heavy water is called as heavy because A. It is denser than ordinary water. B. It is an oxide of deuteron. C. It has a heavy or bad taste. D. It has a heavier isotope of hydrogen.
25. Heavy water is called as heavy because A. It is denser than ordinary water. B. It is an oxide of deuteron. C. It has a heavy or bad taste. D. It has a heavier isotope of hydrogen. Answer D. It has a heavier isotope of hydrogen. 26. Identify the wrong statement about aldehydes and ketones. A. They cannot form any intermolecular hydrogen bonds. B. The lower members are soluble in water. C. They are polar compounds. D. The intermolecular attraction in them is stronger than in the alcohols of similar molecular weights. Answer D. The intermolecular attraction in them is stronger than in the alcohols of similar molecular weights. 26. Identify the wrong statement about aldehydes and ketones. A. They cannot form any intermolecular hydrogen bonds. B. The lower members are soluble in water. C. They are polar compounds. D. The intermolecular attraction in them is stronger than in the alcohols of similar molecular weights. Answer D. The intermolecular attraction in them is stronger than in the alcohols of similar molecular weights. 27. If the difference in electronegativities of two elements is very large, then A. The bond is 50% ionic. B. The bond is 100% covalent. C. The bond is more covalent than ionic. D. The bond is more ionic than covalent. Answer D. The bond is more ionic than covalent. 27. If the difference in electronegativities of two elements is very large, then A. The bond is 50% ionic. B. The bond is 100% covalent. C. The bond is more covalent than ionic. D. The bond is more ionic than covalent. Answer D. The bond is more ionic than covalent. 28. If the electronegativities of two elements are low, the bond between the two is A. Ionic. B. Covalent. C. Coordinate. D. A metallic bond. Answer B. Covalent. Answer B. Covalent. 29. In a breeder nuclear reactor. 29. In a breeder nuclear reactor. A. The amount of energy released is much lower than that released from other types of reactors. B. As one fuel is depleted, another fuel is formed. C. The quantity of the fuel remains matter. D. No harmful radiations are formed. Answer B. As one fuel is depleted, another fuel is formed. Answer B. As one fuel is depleted, another fuel is formed. 30. In a chemically pure state, diamonds are 30. In a chemically pure state, diamonds are A. Monochromatic. B. Polychromatic. C. Colorless. D. None of this. Answer C. Colorless. 30. In a chemically pure state, diamonds are A. Monochromatic. B. Polychromatic. C. Colorless. D. None of this. Answer C. Colorless. 31. In a nuclear reactor, for a chain reaction to occur, the particle that is most necessary is the A. Electron. B. Alpha particle. C. Proton. D. Neutron. Answer D. Neutron. 31. In a nuclear reactor, for a chain reaction to occur, the particle that is most necessary is the A. Electron. B. Alpha particle. C. Proton. D. Neutron. Answer D. Neutron. 32. In an adiabatic process. 32. In an adiabatic process, A. There is a perfect heat insulation. B. The system exchanges heat with the surroundings. In an adiabatic process, A. There is a perfect heat insulation. B. The system exchanges heat with the surroundings.
32. In an adiabatic process, A. There is a perfect heat insulation. B. The system exchanges heat with the surroundings. C. Pressure is maintained constant. D. Volume is maintained constant. Answer A. There is a perfect heat insulation. 33. In case of a chemical change, which of the following is generally affected? A. Electron. B. Proton. C. Neutron. D. Nucleus. Answer A. Electron. 34. In digestion, carbohydrates, proteins and fats present in the food are A. Oxidized. B. Reduced. C. Hydrolyzed. D. Hydrated. Answer C. Hydrolyzed. Answer C. Hydrolyzed. 34. In digestion, carbohydrates, proteins and fats present in the food are A. Oxidized. B. Reduced. C. Hydrolyzed. D. Hydrated. Answer C. Hydrolyzed. 35. In electrolytic refining, A. The cathode is impure metal and the anode is pure metal. B. Anode is impure metal and cathode is pure metal. C. Both anode and cathode are impure metals. D. Both anode and cathode are pure metals. Answer B. Anode is impure metal and cathode is pure metal. Answer B. Anode is impure metal and cathode is pure metal. 36. In modern day rechargeable cells, compounds of which two elements are used? A. Nickel and cadmium. B. Cadmium and mercury. C. Nickel and lead. D. Carbon and cadmium. Answer A. Nickel and cadmium. 37. Which of the following statements is true? A. Water is neither acidic nor basic. B. Hydrochloric acid is a weak acid. C. Formic acid is a strong acid. D. Chloride iron is a weak base. Answer D. Chloride iron is a weak base. 37. Which of the following statement is true? A. Water is neither acidic nor basic. B. Hydrochloric acid is a weak acid. C. Formic acid is a strong acid. D. Chloride iron is a weak base. Answer D. Chloride iron is a weak base. 37. Which of the following statements is true? A. Water is neither acidic nor basic. B. Hydrochloric acid is a weak acid. C. Formic acid is a strong acid. D. Chloride iron is a weak base. Answer D. Chloride iron is a weak base. 38. In polluted water, the dissolved oxygen in it, A. increases. B. becomes 0. C. decreases. D. bubbles out. Answer C. decreases. 39. In the equation K equal AE minus E by RT, E represents A. activation energy. B. internal energy. C. enthalpy change. D. entropy of activation. Answer A. activation energy. 39. In the equation K equal AE minus E by RT, E represents A. activation energy. B. internal energy. C. enthalpy change. D. entropy of activation. Answer A. activation energy. 40. In the natural water cycle, water gets purified by A. evaporation and condensation. B. sedimentation. C. filtration. D. distillation. Answer A. evaporation and condensation. 40. In the natural water cycle, water gets purified by A. evaporation and condensation. B. sedimentation. C. filtration. D. distillation. Answer A. evaporation and condensation. 41. In which of the following groups are the elements written in the descending order of their respective atomic weights? A. nitrogen, carbon, oxygen, hydrogen. B. oxygen, argon, nitrogen, hydrogen. C.
oxygen, nitrogen, helium, hydrogen. D. Oxygen, nitrogen, helium, bromine. Answer C. Oxygen, nitrogen, helium, hydrogen. 41. In which of the following groups are the elements written in the descending order of their respective atomic weights? A. Nitrogen, carbon, oxygen, hydrogen. B. Oxygen, argon, nitrogen, hydrogen. C. Oxygen, nitrogen, helium, hydrogen. D. Oxygen, nitrogen, helium, bromine. Answer C. Oxygen, nitrogen, helium, hydrogen. 42. Isobars are produced as a result of the emission of A. Alpha particles, B. X-rays, C. X-rays, D. B particles. 42. Isobars are produced as a result of the emission of A. Particles, B. Rays, C. X-rays, D. B particles. Answer D. B particles. Answer D. B particles. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് തെറ്റുണ്ട്, നമ്മൾ വായിച്ചതിലും തെറ്റുണ്ട്. ദയവേത് ക്ഷമിക്കുക. ഇതും എനിക്ക് ഈ സൈനുകൾ പറയാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക എന്ന് പറയാൻ നമുക്കാവുള്ളൂ. എന്തായാലും ആൻസർ ഇവിടെ ഡി ബി പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. തെറ്റ് പറഞ്ഞ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് 43 നോക്കാം. ഇനി പറയാനുള്ളത് 43 ടെട്രാഡയൽ ലെഡീസ്. 43 ടെട്രാഡയൽ ലെഡീസ്. എ പെയിന്റ് കോൺസ്റ്റുവന്റ്, ബി ആൻ ഇങ്ക് കോൺസ്റ്റുവന്റ്, സി എ പെട്രോൾ അഡിറ്റീവ്, ഡി ആൻ ഇൻസെക്ടിസൈഡ്. ആൻസർ സി എ പെട്രോൾ അഡിറ്റീവ്. 44 lipids are A. hormones, B. fatty acids, C. enzymes, D. none of this. Answer B. fatty acids. 45 malachite, azurite and chalcopyrite are ores of A. nickel, B. chromium, C. calcium, D. copper. Answer D. copper. 45 malachite, azurite and chalcopyrite are ores of A. nickel, B. chromium, C. calcium, D. copper. Answer D. copper. 45 malachite, azurite and chalcopyrite are ores of A. nickel, B. chromium, C. calcium, D. copper. Answer D. copper. 46 mark the one which is not used as a moderator in controlled chain reactions. A. water, B. heavy water, C. oxygen, D. graphite. Answer C. oxygen. 47 milk is pasteurized in order to A. destroy microorganisms, B. enhance taste and flavor, C. increases its food value, D. dictate adulteration. Answer D. dictate adulteration. 48 malicious test is used to A. measure the acidity of a solution, B. dictate carbohydrates in a solution, C. check traces of an alkali in a solution, D. identify certain elements in a solution. Answer B. dictate carbohydrates in a solution. Answer B. dictate carbohydrates in a solution. 48 malicious test is used to A. measure the acidity of a solution, B. dictate carbohydrates in a solution, C. check traces of an alkali in a solution, D. identify certain elements in a solution. Answer B. dictate carbohydrates in a solution. 49 most covalent compounds. A. behave like electrolytes in the molten state. B. have high melting and boiling points. C. are hard substances because of strong covalent bonds. D. are more soluble in non-polar solvents than in polar solvents. Answer D. are more soluble in non-polar solvents than in polar solvents.
49. Most covalent compounds. A. Behave like electrolytes in the molten state. B. Have high melting and boiling points. C. Are hard substances because of strong covalent bonds. D. Are more soluble in non-polar solvents than in polar solvents. Answer D. Are more soluble in non-polar solvents than in polar solvents. 50. Neutrons are obtained by a bombardment of radium with alpha particles. B. നമ്മൾ ഇങ്ങനെ രീതിയിൽ വായിച്ച് ശരിയാവില്ല. സൈൻ ഞാൻ വായിക്കുന്നില്ല, എന്തായാലും ദയവായി ക്ഷമിക്കാം. എൻ്റെ ഒരു അറിവ് ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസ് എന്നുള്ളൊരു അറിവ് എനിക്കുള്ളൂ. എന്തായാലും ഞാനത് സൈൻ വായിക്കുന്നില്ല, തെറ്റിക്കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് പരിചയമില്ലാത്ത പല കാര്യങ്ങളും ഇതിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയണത് ശരിയായിരിക്കാം, പക്ഷെ എന്നാലും ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് ആകെ ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസും അറിയുള്ളൂ. എന്തോന്ന് എനിക്ക് വായിക്കാൻ തോന്നുന്നില്ല. എൻ്റെ പക്ഷെ CSAT അല്ലേ, ചിലപ്പോൾ വേറെ രീതിയിലോട്ടൊക്കെ ആവാം. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ചില സൈനുകളൊക്കെ നമുക്ക് പരിചിതമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദയവായി ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. ദയവായി ക്ഷമിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. 50. ന്യൂട്രോൺസ് ആർ ഒബ്റ്റൈൻഡ് ബൈ എ ബോംബാർഡ്മെന്റ് ഓഫ് റേഡിയം വിത്ത് പാർട്ടിക്കിൾസ്. ബി. ബോംബാർഡ്മെന്റ് ഓഫ് ബെറിലിയം വിത്ത് particles. C. Radiative disintegration of uranium. D. None of the above. Answer C. Radiative disintegration of uranium. അടുത്തത് 51. ഇനി 51. Nitriding is a heating steel in nitrogen to harden the surface. B. Heating steel in ammonia at 650 degrees Celsius to harden the surface. C. Heating steel with carbon to harden the surface. D. Heating steel to a higher temperature and cooling slowly in air. Answer B. Heating steel in ammonia at 650 degrees Celsius to harden the surface. Answer B. Heating the steel in ammonia at 650 degrees Celsius to harden the surface. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന, കാരണം മൈക്ക് ഓഫ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ തന്നെ അരമണിക്കൂറോളം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. കാരണം ക്യാമറയുടെ ക്ലാരിറ്റി പോയ ഒരവസ്ഥയായി. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ വേറൊരു വീഡിയോ ചെയ്തു, അതും ക്യാമറയുടെ ക്ലാരിറ്റി പോയി ലാസ്റ്റ് ഭാഗത്ത്. ചില കഴിഞ്ഞ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, പിന്നെ ഈ വീഡിയോ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ കാരണം അരമണിക്കൂർ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റിനെ നഷ്ടമായി പോയി. അതുകൊണ്ട് നമുക്കിനി മൈക്ക് ഓഫ് ആയി പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ക്ലാസ്. അപ്പോൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജനറൽ സയൻസിൽ കെമിസ്ട്രി. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 52. Nitrocellulose is used to form a protective coating on paints in the car bodies. Here it functions as 53. Nitrogen cannot form complexes because 54. NO2 is 55. Nylon 6.6 was first prepared by 56. One should not sleep in a closed room where a charcoal fire is burning because 57. Which of the following properties is not true for an alkali metal? 58. Producer gas is a mixture of. 59. Radioactive isotope of hydrogen is. 59. Radioactive isotope of hydrogen is 60. Soldier is an alloy of. 61. Some source of energy are continuously produced in nature and are essentially inexhaustible. Which of the following is such a source? Sulfur containing amino acid is. Tellurium is a. The amount of an ion discharged during electrolysis does not depend upon the atomic spectra of hydrogen are explained by.
Which of the following law does not relate to gases? The British physicist who received the 1923 Nobel Prize in Physics for discovering the electron is which of the following sources meets nearly 80% of the world's energy requirements? ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ദയവേത് ക്ഷമിക്കണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാണ്. പിന്നെ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ഇപ്പം ലെവൽ 3 നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞേക്കണ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചിലതിലൊക്കെ സൈനുകൾ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ചിലതൊക്കെ എനിക്ക് എന്തോ ഒരു ഓർമ്മയുള്ള രീതിയിൽ എനിക്ക് അറിയുള്ളൂ. അത് ഒരു പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാവോ ശരിയാവോ എന്നുള്ളത് പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയാതിരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമ്മൾ ചിലത് നന്നായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സൈനുകളാണ് നമുക്ക് പറയാൻ പറ്റാതെ പോയത്. അപ്പം ഒരിക്കൽ കൂടി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം CSIT എന്നുള്ള രീതിയിൽ ഇത് ഇങ്ങനെ ക്ലാസ് എടുത്താൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ കുറേ കൂടി പ്രാധാന്യം എടുത്ത് പറയുന്നത്. കാരണം കറക്റ്റായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഒരിക്കലും എൻ്റെ വീഡിയോനെ പറയാൻ പറ്റില്ല. അപ്പം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സഹകരിക്കുക. അത്ര നമുക്ക് പറയാനുള്ളൂ, തെറ്റുകളും എല്ലാം. ഈ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ കമൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ ഒരു പക്ഷേ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാനത് പരമാവധി ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തുക, അങ്ങനെയും കൂടി നമ്മൾ ആഗ്രഹിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലെല്ലാം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത്രേ ഉള്ളൂ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ ആയതുകൊണ്ട് CSITക്ക് നമുക്ക് വരുന്നു പ്രതീക്ഷിക്കാം. ഈ ഭാഗത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CSITക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെക്കുക. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റർ വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. നമുക്ക് എഡിറ്റ് ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു CSIT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSIT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.